വെൽക്കം ടു ബുദ്ധ സ്ട്രീറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാടിനടുത്ത് തേവയ്ക്കൽ ജംഗ്ഷന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു വില്ല പ്രൊജക്റ്റിലാണ്. ഈ വില്ല പ്രൊജക്റ്റിനുള്ളിലായി 5 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ് ഈ ഒരു വീട് വന്നിരിക്കുന്നത്. ഈ വീടിന്റെ പ്ലിന്റ് ഏരിയ വരുന്നത് 3200 സ്ക്വയർ ഫീറ്റ് ആണ്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. കോമ്പിനേഷൻ എലിവേഷൻ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിന് എലിവേഷന് ഭംഗി നൽകുന്നത് 2 സ്ലോപ്പിംഗ് റൂഫുകളാണ്. കൂടാതെ ധാരാളം ടെക്സ്ചർ വർക്കുകളും സ്പോട്ട് ലൈറ്റുകളും സിലിണ്ടറിക്കൽ ലൈറ്റും എല്ലാം ഈ എലിവേഷന്റെ ഭംഗി കൂട്ടാനായി നൽകിയിട്ടുണ്ട്. 5 മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. റോഡിന്റെ വർക്കിന് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. വീടിന്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്ന ടെക്സ്ചർ വർക്കുകളും 4-വേ ലൈറ്റും ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 5.3 മീറ്ററാണ് ഇവിടെ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു ഡിസൈനാണ് ഇവിടെ ഗേറ്റിന് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകിയ ഒരു മുറ്റത്തേക്കാണ്. ഇനി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനുണ്ട്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 16 അടിയിലേറെ നീളവും 10.5 അടി വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായി നൽകിയിരിക്കുന്ന പില്ലർ ക്ലാഡിംഗ് ടൈലൊക്കെ യൂസ് ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇവിടെയായിട്ട് ഒരു പവർ പോയിന്റ് കൂടി നൽകിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. മെയിൻ ഡോറിന് മുൻപിലായുള്ള ഈ ഭാഗത്ത് കോബിൾ സ്റ്റോൺ ആണ് ഇരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിന്റെ ഫ്രണ്ട് സൈഡായ കിഴക്ക് ഭാഗത്താണുള്ളത്. 8 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയായിട്ടാണ് 2ാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഇവിടെയൊക്കെ ടെക്സ്ചർ വർക്കൊക്കെ ചെയ്ത് 4-വേ ലൈറ്റ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ വീടിന്റെ നോർത്ത് സൈഡിലാണുള്ളത്. 3.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്ത് കോബിൾ സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത്. ലിവിംഗ് റൂമിൽ നിന്ന് വ്യൂ വരുന്ന രീതിയിലാണ് ഈ ഒരു കോർട്ട്യാർഡ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടൊരു ഡോറും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിന്റെ വെസ്റ്റ് സൈഡിലാണുള്ളത്. 4.5 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്ത് ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീന് വേണ്ടുന്ന ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിന്റെ സൗത്ത് സൈഡിലായിട്ടാണുള്ളത്. 3 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. നമുക്കിനി ഈ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 5.5 അടിയോളം നീളവും 5.5 അടിയോളം വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. സീലിംഗ് വർക്കൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു ചെറിയ ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ മെയിൻ ഡോർ മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. കൂടാതെ ഇവിടെയായിട്ട് ഈ ഒരു വോളിലായിട്ട് 2 വാൾ ലൈറ്റ് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ വിശാലമായ ലിവിംഗ് സ്പേസിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. 14 അടിയിലേറെ നീളവും 10.5 അടി വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഈ ഒരു പോർഷൻ വരുന്നത്. മെയിൻ ഡോറിനോട് ചേർന്ന ഭാഗത്ത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പാനലിംഗ് ചെയ്ത് സിലിണ്ടറിക്കൽ ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. നോർത്തിലേക്ക് വലിയ 2 ഗ്ലാസ് വിൻഡോയും ഗ്ലാസ് ഡോറും നൽകിയിട്ടുണ്ട്. ഇത് കോർട്ട്യാർഡിലേക്കുള്ള ഗ്ലാസ് ഡോറാണ്. അതേപോലെ ഈസ്റ്റിലേക്ക് വലിയ 2 വിൻഡോകളാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് പാനലിംഗ് വർക്കൊക്കെ ചെയ്ത് താഴെയായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം ഡക്ക് സ്പേസും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വലിയ മനോഹരമായ ഒരു ഹാങ്ങിങ് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് നമ്മൾ പോകുന്നത് ഡൈനിങ്ങിലേക്കാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പാർട്ടീഷൻ വരുന്നുണ്ട്. അത്യാവശ്യം ഡക്ക സ്പേസും സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു വർക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിന്റെ താഴ്ഭാഗത്ത് അത്യാവശ്യം ഡക്ക സ്പേസും സ്റ്റോറേജ് യൂണിറ്റും ഇൻവെർട്ടറിനുള്ള പോയിന്റും ഒക്കെ നൽകിയിട്ടുണ്ട്.
ഇവിടെയായിട്ടാണ് നമ്മുടെ വിശാലമായ ഡൈനിങ് സ്പേസ് വരുന്നത്. 13.5 അടിയോളേറെ നീളവും 13.5 അടിയോളം തന്നെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ഡൈനിങ് സ്പേസിൽ സൗത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോ നൽകി പാനലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ താഴെയായി അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഡക്കർ സ്പേസും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് വലിയൊരു മിറർ നൽകിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് പാനലിംഗ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ വീടിന് വി ഗാർഡിന്റെ വയസ്സും ലെഗ്രാൻഡിന്റെ സ്വിച്ചസുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഗ്ലോസി ടൈൽസും അതേപോലെ തന്നെ മാറ്റ് ഫിനിഷ് ടൈൽസും യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. ഇവിടെയായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിൽ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കൂടാതെ ഇവിടെയായിട്ട് മനോഹരമായ ഒരു ക്രോക്കറി യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് ഇവിടെയും അത്യാവശ്യം ഡക്കർ സ്പേസ് വരുന്നുണ്ട്. ഈ ഒരു പാനലിംഗ് സ്പോട്ട് ലൈറ്റും മനോഹരമായ 2 ഹാങ്ങിങ് ലൈറ്റ്സും വരുന്നുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. 17 അടി നീളവും 6.5 അടിയോളം വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വന്നിരിക്കുന്നത്. ഇലക്ട്രിക് ചിമ്മിനി ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് എന്നതാണ് ഈ കിച്ചന്റെ മറ്റൊരു പ്രത്യേകത. കൂടാതെ 2 സിങ്കുകളും നൽകിയിട്ടുണ്ട്. ഇവിടെ വലുപ്പമുള്ളൊരു സിങ്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയും അത്യാവശ്യം വലുപ്പമുള്ള ഒരു സിങ്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ വിശാലമായ ഈ ഒരു കിച്ചന്റെ ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു ഫ്രിഡ്ജിനുള്ള സ്പേസ് തന്നെ നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിൽ സ്കിൻ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 15 അടി നീളവും 11 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ബെഡ്റൂമിന് ഇവിടെയായിട്ട് ഒരു കോട്ടും ഹെഡ് പോർഷനും കൂടാതെ ഒരു സൈഡ് ടേബിളും വരുന്നുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് വരുന്നത്. 2 സൈഡിലും വാൾഡ്രോബ് വരുന്നുണ്ട്. കൂടാതെ ഇവിടെയായിട്ട് ഒരു ചെറിയ സ്റ്റഡി ടേബിളും സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിന് മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും ഗ്ലാസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ജാഗ്വാറിന്റെയും സെറയുടെയും ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് എക്സോസ്റ്റ് ഫാനും അതുപോലെ തന്നെ ഹീറ്ററിനുള്ള പോയിന്റും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിന്റെ ഡോറും സ്കിൻ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും 12 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിനും കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിനും മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ജാഗ്വാറിന്റെയും സെറയുടെയും ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനിനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളോട് കൂടി തന്നെയാണ് ഈ ഒരു ബാത്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ സെയിലിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹാൻഡ് റെയിൽ ഗ്ലാസ്സിലും വുഡിലുമാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു വോളിലായി പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്ത് സ്പോട്ട് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ എത്തിച്ചേരുന്നത് വിശാലമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 23.5 അടിയോളം നീളവും 11 അടി വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന് ഉള്ളത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് പാനലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത ഒരു സ്പേസ് കാണാം. ഇവിടെയായിട്ട് നമുക്കൊരു സ്റ്റഡി ടേബിളോ ഓഫീസ് ടേബിളോ ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് നമ്മുടെ താഴത്തെ ലിവിംഗ് സ്പേസിന്റെ ഡബിൾ ഹൈറ്റ് പോർഷനാണ്. ഇവിടെ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഈ ഒരു മെയിൻ ബാൽക്കണി കൂടാതെ ഈ ഒരു പാസേജിൽ നിന്ന്
അവിടെയായിട്ടും ഒരു ചെറിയൊരു ബാൽക്കണി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിൻ്റെ ബാക്ക് സൈഡ് പാനലും വർക്ക് ചെയ്ത് താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് അത്യാവശ്യം ഡെക്കർ സ്പേസും വരുന്നുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു സ്പേസ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീനുള്ള ഒരു പോയിന്റും നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗം സെപ്പറേറ്റ് ചെയ്ത് ഒരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിൻ്റെ ഡോർ സ്കിൻ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 15 അടി നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് വരുന്നത്. മിഡിൽ പോർഷനായിട്ട് ഒരു ഓഫീസ് ടേബിൾ, സൈഡിലായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിന് മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും ഗ്ലാസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ജാഗ്വാറിൻ്റെയും സെറയുടെയും ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് എക്സോസ്റ്റ് ഫാനും അതുപോലെ തന്നെ ഹീറ്ററിനുള്ള പോയിന്റും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയോളം നീളവും 12 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിനും മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ജാഗ്വാറിന്റെയും സെറയുടെയും ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനിനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളോട് കൂടി തന്നെയാണ് ഈ ഒരു ബാത്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ വിശാലമായ ബാൽക്കണിയിലേക്ക് വരാം. 17 അടി നീളവും 6.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സിലിണ്ടറിക്കൽ ലൈറ്റ് കൊടുത്ത് വളരെ മനോഹരമായി തന്നെയാണ് ഈ ഒരു ബാൽക്കണി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു വോളിലായി മനോഹരമായ 2 വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ SS ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന പില്ലർ ക്ലാഡിംഗ് ടൈലൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 850 മീറ്റർ, വിദ്യോദയ സ്കൂളിലേക്ക് 1.3 കിലോമീറ്റർ, കാക്കനാടേക്ക് 5.3 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 5.4 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 8 കിലോമീറ്റർ, മെട്രോ സ്റ്റേഷനിലേക്ക് 5.8 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 1.7 കിലോമീറ്റർ, കലൂരേക്ക് 13 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 6.8 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 22 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 5 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള ഈ വീടിന്റെ പ്ലിന്ത് ഏരിയ 3200 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 1,60,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിന്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.